ഇന്ന് മിഡ് ടേം ബ്രേക്ക് ഡേ 3 രാവിലെ ദത്ത എനിക്ക് ഇവരുടെ മാൽദീവിയൻ ട്രഡീഷണൽ മുട്ടക്കറി വിത്ത് സ്മോക്ക് ട്യൂണ അതിൻ്റെ പീസസൊക്കെ ഇട്ട് നല്ല വറുത്തരച്ച ഇവരുടെ മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ മുട്ടക്കറിയും നല്ല റോഷി ഉണ്ടാക്കി തന്നു. അപ്പോൾ നാളെ ഇവർക്ക് മറ്റന്നാൾ ഈദായതുകൊണ്ട് നാളെ ഇവർക്ക് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് 2 ദിവസത്തേക്കുള്ള കറിയായിട്ട് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇതിനകത്ത് പുളിയും ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നമ്മൾ ചൂടാക്കി വെച്ചാൽ മതി. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇവരുടെ മാൽദീവിയൻ ചില്ലിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നെ. കുറച്ച് വെള്ളം പോലെയൊക്കെ, കാരണം ഇവിടെ കുറച്ച് പേരുള്ളത് കൊണ്ട് ഫുൾ തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങ അരച്ചതും വറുത്തരച്ചതും പിന്നെ തേങ്ങാപ്പാലുമാണ്. പിന്നെ നല്ല സോഫ്റ്റ് റോഷി ഉണ്ടാക്കി തന്നു. അപ്പോൾ രാവിലെ അത് കഴിച്ചു. പിന്നെ ഞാൻ പിന്നെയും ഇവിടെ ഒറ്റയ്ക്കായി, എല്ലാവരും ഇപ്പം പുറത്തൊക്കെ ചുറ്റുവട്ടത്ത് കാണാൻ പോയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആരുമില്ല. അപ്പോൾ നല്ല ലാവിഷായിട്ട് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മജ എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവിടെ ഫിഷിൻ്റെ ഹെഡും ബോണും ഒക്കെ കൂടി പുഴുങ്ങിയിട്ട് അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ഒരു പിക്കിൾ പോലെ ഇരിക്കും അത്. പിന്നെ പുളിവെള്ളം. ഇത് കരിക്കിൻ്റെ തോലാണ് കേട്ടോ. തോലെന്ന് വെച്ചാൽ ഇൻസൈഡ് പാർട്ട്, ആ വൈറ്റ് കളർ പാർട്ട് ഉണ്ടാവില്ലേ, അപ്പോൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ആ വൈറ്റ് കളർ നമ്മൾ ചെത്തുമ്പോൾ കിട്ടത്തില്ലേ അത്. പിന്നെ കണിക്കണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുന്നൊരു പുളിപ്പുള്ളൊരു സാധനം കേട്ടോ. അപ്പോൾ ഇത് ഇറ്റ്സ് ഗുഡ് ഫോർ സ്റ്റമക്ക് എന്ന് പറയാം. പക്ഷേ റിഹാക്കുർ എന്ന് പറയുന്ന എല്ലാവർക്കും അങ്ങനെ പിടിക്കത്തില്ല, ബിക്കോസ് അത് ഫിഷിൻ്റെ ബോണിൻ്റെ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രാക്റ്റാണ്. തിളപ്പിച്ച് അതിങ്ങനെ ഉടച്ചെടുത്ത് പറ്റിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. നമ്മളുടെ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനൊന്നും അത് പിടിക്കത്തില്ല. എനിക്കത് എന്താ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടോടെ പെട്ടെന്ന് കഴിക്കുമ്പോൾ നല്ലതാണ്, ചൂട് ചോറിലേക്ക് ഒഴിച്ചിട്ട്. പക്ഷെ ഇതൊരു കുപ്പിയിലാക്കി പിക്കിളോലെ സേവ് ചെയ്യും കേട്ടോ. ചിലർക്കൊക്കെ ഇഷ്ടം, പക്ഷേ ചൂടോടെ ചോറിലേക്ക് ഒഴിച്ച് കഴിക്കുമ്പോഴോ ഒന്നും കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷെ ഇത് എല്ലാവർക്കും പറ്റത്തില്ല. മേത്തിങ്ങനെ ചിലർക്ക് ഈ ബീഫൊക്കെ കഴിക്കുമ്പോൾ മേത്തിങ്ങനെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് വരത്തില്ലേ, ഹീറ്റ് ബോൾസ്, അതുപോലെ വരും കേട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നൊരു പ്രശ്നമല്ല, എൻ്റെ വയറ് ഓക്കെയാണ്. പിന്നെ തിന്നാമോ എന്ന് വെച്ചാൽ യാളി വൺസൊക്കെയാണ് ഈ സാധനം തിന്നുന്നത്. ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാ ഫാമിലീസൊക്കെ വന്നതുകൊണ്ട് അവരെല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്കത് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് പോയിട്ടുണ്ടായിരുന്നു, അതും കൂടി കഴിച്ചു. ഇന്നത്തെ എൻ്റെ ഫുഡ് ഒരുവിധമായി.